ഇന്നത്തെ ചിന്താവിഷയം എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിഗണനയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കട്ടെ. യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഞാൻ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി പൊന്തി വരുന്ന ഒരു ചിന്ത, മനുഷ്യ ജീവിതം പരസ്പര വിരുദ്ധമായ രണ്ട് ഘടകങ്ങളുടെ സമന്വയമാണ്. മനുഷ്യനെ ദൈവം എപ്രകാരം സൃഷ്ടിച്ചു എന്ന ഈ ഭാഗത്ത് സൂചിപ്പിക്കുമ്പോൾ ഭൂമിയുടെ പൊടി അല്ലെങ്കിൽ മണ്ണ്, ദൈവത്തിൻ്റെ ശ്വാസം, ഇത് പ്രത്യക്ഷമായി നോക്കുമ്പോൾ പരസ്പര വിരുദ്ധമാണ്. മണ്ണും ശ്വാസവും രണ്ടും വളരെ വേറിട്ടാണ് അല്ലെങ്കിൽ വ്യത്യാസമുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കുറച്ചുകൂടെ നാം വിശാലമായി ചിന്തിക്കുമ്പോൾ മണ്ണും ശ്വാസവും ബന്ധമുള്ളതാണ് എന്ന് നമുക്ക് വെളിപ്പെട്ടു വരും. കാരണം ഈ ഭൂമിയെയും ആകാശവിധാനങ്ങളെയും നക്ഷത്രങ്ങളെയും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും എല്ലാം സൃഷ്ടിച്ചത് ദൈവമാകുന്നു. സൃഷ്ടിയിൽ സൃഷ്ടാവിൻ്റെ മയം, ദൈവമയമുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുമതത്തിൽ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന ഒരാശയം ഉദിച്ചത്. പക്ഷേ അത് ജുഡിയോ ക്രിസ്ത്യൻ ട്രഡീഷനിൽ സ്വീകരിക്കുന്നില്ല. കാരണം അതിന് പാൻതീയിസം എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ വിവാദത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ ഇപ്രകാരമുള്ളൊരു ആത്മീയമായ തിരിച്ചറിവ് ഹിന്ദുമതത്തിലുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു ദർശനത്തിലുണ്ട് എന്നത് സാന്ദർഭികമായി ഞാനൊന്ന് അടയാളപ്പെടുത്തുക മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, മനുഷ്യരാകുക എന്ന് പറഞ്ഞാൽ, മനുഷ്യ ജീവിതം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ രണ്ട് ഘടകങ്ങൾ: ഭൂമിയിലെ മണ്ണ്, ദൈവത്തിൻ്റെ ശ്വാസം. ഇനിയും അടുത്തായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു മർമ്മത്തെ ആസ്പദമാക്കി മനുഷ്യനെ സൃഷ്ടിച്ചത്? അത് മനുഷ്യൻ്റെ ആത്മാവിന് നൽകുന്ന വില, അല്ലെങ്കിൽ ആത്മാവിൽ പ്രവർത്തിക്കുന്ന മർമ്മം, അല്ലെങ്കിൽ ആത്മാവ് എന്താണ് എന്ന ഒരു അറിവ് നമുക്കുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ മണ്ണെടുത്ത് കുഴച്ചു, രൂപമുണ്ടാക്കി, അതിന് ജീവനില്ല എന്ന് കണ്ട ശേഷം ദൈവത്തിന് കുറച്ചുകൂടെ മണ്ണ്, വ്യത്യസ്തമായ മണ്ണ് കുഴച്ചതിൻ്റെ കൂടെ ചേർത്തു. അങ്ങനെ കുഴച്ചും ചേർത്തും യുഗാന്തരങ്ങൾ കഴിക്കാമായിരുന്നു. പക്ഷേ അതുകൊണ്ട് ജീവനുള്ള ദേഹം ഉണ്ടാകുകയില്ല. വലിയ വലിയ ദേഹങ്ങളുണ്ടാകും, പക്ഷേ ജീവനുള്ള ദേഹം ഉണ്ടാകണമെങ്കിൽ മണ്ണിൽ നിന്ന് തുലവും വ്യത്യസ്തമായ ഒരു ഘടകം അതിൽ ചേർക്കേണ്ടതായിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ വസിക്കേണ്ടതായിട്ടുണ്ട്. ഈ അറിവ് യവന ദാർശനികതയിലുണ്ടായിരുന്നു, ഗ്രീക്ക് ഫിലോസഫിയിലുണ്ടായിരുന്നു. ഇപ്പോൾ പ്ലേറ്റോയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ജീവൻ അല്ലെങ്കിൽ ജീവിക്കുന്ന വസ്തുക്കൾ, പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്ന വിശദീകരണം. മാറ്റർ, ധാതു, അതിൽ തന്നെ ജീവനില്ല, അതിൽ തന്നെ രൂപവും ഇല്ല. എന്നാൽ അതിൽ ഫോം, യവന സംസ്കാരത്തിൽ ഫോം എന്ന് പറയുന്നത് ആകൃതിയല്ല, ഒരു സക്രിയമായ മർമ്മമാണ്. ഡൈനാമിക് പ്രിൻസിപ്പിൾ, പെനട്രേറ്റിംഗ് ഡൈനാമിക് പ്രിൻസിപ്പിൾ. അപ്പോൾ മാറ്ററിൽ ഫോം പെനട്രേറ്റ് ചെയ്യുമ്പോൾ അത് മാറ്റർ അല്ലെങ്കിൽ ധാതുവിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മർമ്മമായി തീർന്ന് ഉള്ളിൽ നിന്ന് ഫോം അല്ലെങ്കിൽ ഈ രൂപം കൊടുക്കുന്ന ഈ മർമ്മം, രൂപകൽപ്പന ചെയ്യുന്ന മർമ്മം ധാതുവിൻ്റെ, മാറ്ററിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ നിന്ന്
മാറ്ററിനെ രൂപപ്പെടുത്തിയെടുക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ടാകുന്നു എന്നതാണ് യവന ദാർശനികതയുടെ കാഴ്ചപ്പാട്. അത് ഞാൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഹൗ ഡു ലിവിങ് creatures, living forms including plants, birds, animals, etc. come into being? According to Platonic philosophy, matter must be penetrated by form. Form is not the same as shape. Form is a penetrating, dynamic, shaping principle. So form penetrates matter, then having entered the matter, works from within matter and gives it shape, and then it becomes a living thing. ഇതാണ് പ്ലേറ്റോണിക് വിഷൻ. വേദപുസ്തകത്തിൽ എന്താണ്? ദൈവം മനുഷ്യനെ ഭൂമിയുടെ മണ്ണിൽ നിന്ന് രൂപീകരിച്ചെടുത്തു. പക്ഷേ അത് ജീവനില്ലാത്ത ദേഹിയായിരുന്നു. അതിന് ജീവനുണ്ടാകേണ്ടതിന് ദൈവം ആദാമിൻ്റെ മൂക്കിൽ തൻ്റെ ശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഇതാണ് തിരിച്ച് തന്നെയും നാം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബോധമുണ്ടാകുക എന്നുള്ളതാണ്. ലൈഫ് ആൻഡ് കോൺഷ്യസ്നെസ്. ടു ലിവ് ഈസ് ടു ബി കോൺഷ്യസ്. ഇപ്പോൾ നമ്മളൊരു ശവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ആ ശരീരത്തിന് ബോധമില്ല. ആ ശരീരത്തിൽ നിന്ന് ബോധം പൂർണ്ണമായും നശിച്ചു, പ്രജ്ഞയറ്റു നമ്മൾ പറയത്തില്ലേ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബോധം അറ്റു, ഇല്ലാതെയായി. ബോധമുള്ള നമുക്ക്, പ്രജ്ഞയുള്ള നമുക്ക്, പ്രജ്ഞയില്ലാത്തൊരു ശരീരം കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. അത് മരണത്തെപ്പറ്റിയുള്ള ബോധമുണ്ടായിട്ട് നമുക്ക് മരണത്തെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. പിന്നെ എന്തിനാണ് മരണം കാണുമ്പോൾ സങ്കടം ഉണ്ടാകുന്നത്? പ്രജ്ഞയുണ്ടായിരുന്ന ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഏറ്റവും മനോഹരമായ, ഏറ്റവും വിലയേറിയ ഭാഗമായ പ്രജ്ഞ അറ്റുപോയിരിക്കുന്നു. അത് കാണുമ്പോൾ സങ്കടം വരും. അപ്പം നമ്മുടെ രക്തബന്ധമില്ലാത്ത ആളുകൾ മരിച്ചാലും മരിച്ചു കിടക്കുന്ന ശരീരം കണ്ടാൽ നമുക്ക് സങ്കടം വരുന്നതിൻ്റെ കാര്യം അതിൽ നിന്ന് പ്രജ്ഞ അറ്റുപോയത് കൊണ്ടാണ്. അപ്പോൾ മാറ്റർ, ധാതുവിൽ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ണിൽ വിതയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ ശ്വാസം. മണ്ണിൽ വിതയ്ക്കപ്പെട്ട ദൈവത്തിൻ്റെ ശ്വാസം. അതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, മണ്ണ് ദൈവത്തിൻ്റെ ശ്വാസത്തെ എപ്പോഴും പ്രതിരോധിച്ചു കൊണ്ടേയിരിക്കും. മാറ്റർ റെസിസ് സ്പിരിറ്റ്. മാറ്റർ റെസിസ് സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ശ്വാസത്തെ ഈ ഭൂമിയുടെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപം അതെപ്പോഴും ചെറുത്തുകൊണ്ടിരിക്കും. ഒരിക്കലും രണ്ടും ഒന്നാകയില്ല. അങ്ങനെ ചെറുക്കുന്നതിൽ കൂടെയാണ് ബോധം ഉദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ജനിച്ച് വീണ് ഏകദേശം ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട 6 മാസം കഴിയുമ്പോൾ മുട്ടിന്മേൽ എഴയാൻ തുടങ്ങും ഒരു കുഞ്ഞ്. അങ്ങനെ എഴഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് മുട്ടും, ഇവിടെ ചെന്ന് മുട്ടും. അത് കഴിഞ്ഞ് 1 വർഷമൊക്കെ കഴിയുമ്പോൾ കാലിൽ വെച്ച് നിൽക്കാൻ തുടങ്ങും. പിന്നെ നടക്കണമെന്ന് വരും. അങ്ങനെ നടക്കുമ്പോൾ അവിടെ പോയി മുട്ടും. ഈ മുട്ടുമ്പോഴൊക്കെയും കരയും. എന്തുകൊണ്ടാണ് കരയുന്നത്? ഈ കുഞ്ഞിൻ്റെ ആ ചലനത്തെ അവിടെയും ഇവിടെയും ഇരിക്കുന്ന ധാതു മാത്രമായ, മെറ്റീരിയൽ മാത്രമായ വസ്തുക്കൾ, ഓബ്ജക്ട്സ് റെസിസ്റ്റ് ചെയ്യുന്നു, ഉപരോധിക്കുന്നു. ആ ഉപരോധമാണ് വേദനയായിട്ട് നാം അറിയുന്നത്. നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വേദന നാം അനുഭവിക്കുന്നത്? ധാതു മാത്രമായ പദാർത്ഥങ്ങൾ നമ്മെ ശാരീരികമായി ചെറുക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഞാനിങ്ങനെ ഇടിക്കുന്നു. ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ ചലിപ്പിച്ചു. അവിടെ ഈ മേശ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ പൂർണ്ണമായും ചലിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ മേശയുള്ളതുകൊണ്ട് ചലിച്ചു, മുട്ടി, അപ്പോൾ എനിക്ക് നൊന്തു. അപ്പോൾ എന്നെ പ്രതിരോധിച്ച ഒരു ധാതു പദാർത്ഥം, ഒരു മെറ്റീരിയൽ ഓബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. മനുഷ്യ ജീവിതത്തിലെ കഷ്ടപ്പാട് അല്ലെങ്കിൽ സഹനം, സഫറിങ് എന്ന വാക്കാണ് ഏറ്റവും കറക്റ്റ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ നമുക്ക് സഹനമെന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിലെ അനിവാര്യ ഘടകമായ സഹനം അല്ലെങ്കിൽ സഫറിങ്
അതിൻ്റെ മൂലമർമ്മമാണ് ഞാനിപ്പോൾ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ സാർവലൗകികമായ മർമ്മം ആത്മാവിനെ ധാതു മാധ്യമം, മെറ്റീരിയൽ മീഡിയം പ്രതിരോധിക്കുന്നു, എതിർക്കുന്നു, അങ്ങനെ ഒരു മുട്ടൽ ഉണ്ടാകുന്നു, ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അതിൽ സഹനം അല്ലെങ്കിൽ സഫറിങ്ങായി മാറുന്നു. പക്ഷേ ആ സഫറിങ്ങിൽ കൂടെ മാത്രമേ നമ്മുടെ പ്രജ്ഞ ഉണരുകയുള്ളൂ, കോൺഷ്യസ്നെസ് ഉണരുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ശരീരമുണ്ട്. ജനിച്ചപ്പോൾ തൊട്ട് ഈ 50 വയസ്സ് 60 വയസ്സ് വരെ ലോകത്തിൽ ഒന്നിനെയും തൊട്ടിട്ടില്ല. എങ്ങനെയാണെങ്കിൽ നമുക്ക് ബോധം ഉദിക്കുകയില്ല. നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ കഷ്ടമില്ലാതെ ജീവിച്ചു എന്നതാണ് നഷ്ടം. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ നഷ്ടം കഷ്ടമില്ലാതെ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും കൊടുമുടിയിൽ വസിക്കുന്ന ആളുകൾക്ക് മനുഷ്യത്വത്തിൻ്റെ ഗുണം നന്നേ കുറഞ്ഞു പോകുന്നത്. കാരണം കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ഒരനുഗ്രഹം അവർക്ക് നന്നേ കുറവായിരുന്നു. അവർക്കും അവരുടേതായ കഷ്ടപ്പാടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിൽ കൂടെ കിടക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ് എന്ന് പറയുന്നത്. കാരണം എന്താണ്? ഈ ധനത്തിലും സമ്പൽ സമൃദ്ധിയിലും വസിക്കുന്ന ആളുകൾക്ക് അനായാസമായി സുഖസുഷുപ്തിയിൽ ജീവിക്കാൻ സാധിക്കുന്നു. അവർ ഒരിക്കലും മനുഷ്യ ജീവിതത്തിൽ ദൈവം രൂപകൽപ്പന ചെയ്ത ഈ ബോധ ഉദയം, പ്രജ്ഞയുടെ ഉണർന്നെഴുന്നേൽപ്പ് സംഭവിക്കത്തക്കവണ്ണമുള്ള കഷ്ടപ്പാട്, സഫറിങ് അനുഭവിക്കാനിടയാകുന്നില്ല. അതുകൊണ്ട് അവരുടെ മനുഷ്യത്വം വളരുന്നില്ല. അത് ഉറക്കത്തിലാണ്. അത് ഉറങ്ങി ചിതൽപ്പുറ്റായി, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പക്ഷപാത രോഗിയായി. മനുഷ്യത്വത്തിന് പക്ഷപാത രോഗം, ശരീരത്തിന് മാത്രമല്ല മനുഷ്യത്വത്തിന് പിടിക്കുന്ന പക്ഷപാത രോഗമാണ് ഏറ്റവും വലിയ രോഗം. അത് പിടിച്ചവരായിട്ട്, പക്ഷെ ആ രോഗം പിടിച്ചിട്ടുണ്ടെന്ന് ഒരിക്കലും അറിയാൻ വയ്യാത്ത വിധത്തിൽ ജീവിക്കുന്ന പരിതാപകരമായ ഒരവസ്ഥയിലാണ് ഇവർ കഴിയുന്നത് എന്നാണ് യേശുവിൻ്റെ കണ്ണിൽ കൂടെ കാണുമ്പോൾ തെളിഞ്ഞു വരുന്ന യാഥാർത്ഥ്യം. ഇത് നാം വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ എൻ്റെ തലമുറ, എനിക്കിപ്പോൾ 74 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ തലമുറ രണ്ടും കണ്ടതാണ്. വളരെയധികം ക്ലേശത്തിലും പ്രയാസത്തിലും പരിമിതിയിലും ജീവിച്ച് ജീവിതത്തോട് മല്ലിട്ട് വളർന്നു വന്ന എൻ്റെ തലമുറ ഏറെ നാൾ കഴിയുന്നതിന് മുൻപ് താരതമ്യേന സമ്പൽ സമൃദ്ധിയിലേക്ക് ഉയർത്തപ്പെട്ടു, അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടു. തൽഫലമായി എൻ്റെ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ മനുഷ്യത്വത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ആ ബോധോദയം, ആ പ്രജ്ഞ, അവെയർനെസ്, കോൺഷ്യസ്നെസ്, സെൻസിറ്റിവിറ്റി, ഫെലോ ഫീലിംഗ്, വൈകാരികമായ സമ്പത്ത്, ഇമോഷണൽ റിച്ച്നെസ്, ഇതൊക്കെയും നന്നേ കുറഞ്ഞുപോയി. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ദാരിദ്ര്യം സമ്പൽ സമൃദ്ധി വർദ്ധിക്കുന്നതോടുകൂടെ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. എക്സിസ്റ്റൻഷ്യൽ പോവർട്ടി ഇൻക്രീസസ് ടുഗദർ വിത്ത് മെറ്റീരിയൽ പ്രോസ്പെറിറ്റി. അപ്പോൾ പ്രോസ്പെറിറ്റിയാണ് പോവർട്ടി, സമ്പൽ സമൃദ്ധിയാണ് ക്ഷാമം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇറ്റാലിയൻ പോയറ്റ് ദാന്തെ പറയുന്നുണ്ട്, ദേ ആർ ഗോയിങ് അപ്പ് ഇസ് ദേ കമ്മിങ് ഡൗൺ. അവർ ഉയർന്നതാണ് അവരുടെ പതനം, അവരുടെ ഉയർച്ചയാണ് അവരുടെ പതനം. ദേ ആർ ഗോയിങ് അപ്പ് ഇസ് ദേ കമ്മിങ് ഡൗൺ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് ഞാൻ ഇച്ചിരി വിശദീകരിച്ച് പറയുന്നത് നിങ്ങളെ ബോറടിക്കാനല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം സൂക്ഷ്മമാണ്. ഇത് നമ്മുടെ ഇടയിൽ പരാമർശിക്കാതെ കിടക്കുന്നതാണ്. അതുകൊണ്ട് അല്പം സാവകാശത്തിൽ പറഞ്ഞ് ഇത് നിങ്ങൾക്ക് ഗ്രഹിക്കത്തക്കവണ്ണം ഉള്ള ഒരു സാവകാശം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ മനസ്സിൽ നാം പതിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മർമ്മം ഇതാണ്: suffering results from matter resisting the spirit. അപ്പോൾ മാറ്റർ എന്ന് പറയുമ്പോൾ അതിന് പലവിധമായ രൂപങ്ങളും പ്രവർത്തന രീതികളും സ്വഭാവങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ സമയം കൈവിട്ടു പോകും.
ഇപ്പോൾ അതിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു ശില്പിയെ ശ്രദ്ധിക്കൂ. അദ്ദേഹം ഒരു കല്ല് അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് മെറ്റൽ അതെടുത്ത് അതിൽ പണിത് അതിൽ നിന്ന് മനോഹരമായ രൂപം ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ രൂപം അതിമനോഹരമായി സ്ഥിതി ചെയ്യുന്നു. പക്ഷേ ആ മനസ്സിലിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ ഇരിക്കുന്ന ഇമാജിനേഷനിലിരിക്കുന്ന ആ സുന്ദരമായ അതിസുന്ദരമായ രൂപത്തെ ഈ ധാതു മാധ്യമത്തിൽ കൂടെ മെറ്റീരിയൽ മീഡിയത്തിൽ കൂടെ പ്രകടിപ്പിക്കുവാൻ എക്സ്പ്രസ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ആ മാറ്റർ ആ ധാതു അദ്ദേഹത്തെ ചെറുക്കുന്നു. മാറ്റർ റെസിസ്റ്റ് ദ ആർട്ടിസ്റ്റ് ദ സ്കൾപ്റ്റർ. എന്നാൽ ആ ചെറുപ്പിനെ സർഗാത്മകതയോടെ അതിജീവിക്കുക എന്നതാണ് ഈ അതിസുന്ദരമായ കലാസൃഷ്ടിയുടെ പിറവിയിൽ വർത്തിക്കുന്ന മർമ്മമെന്ന് ഈ സമയത്ത് ഞാനങ്ങ് സൂചിപ്പിക്കുകയാണ്. സമയം വളരെയധികം എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് ഇവയെങ്കിലും എല്ലാവരുടെയും ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ കൂടുതലായത് പരീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇനി നാം മനസ്സിലാക്കേണ്ടത്, നാം സാധാരണ സഹനമെന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലേ അല്ല പറയുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കത്തോലിക്ക സഭയിൽ സഹനത്തിൻ്റെ വീരന്മാരായ ചിലർ സ്വയം അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഫാദർ കോട്ടൂരാൻ, സിസ്റ്റർ സെഫി, ഫോർമർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, ഇവരൊക്കെ സഹനത്തിൻ്റെ വീരന്മാരായിട്ട് അവർ സ്വയം അവതരിപ്പിക്കുന്നു. അവരെ വെള്ളം തേക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവർ അതിന് കുഴലൂതി നൃത്തം ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇതൊന്നും സഹനമല്ല. ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതിന് കുറ്റം അതിൻ്റെ ശിക്ഷ കിട്ടുമ്പോൾ അത് സഹനമാണെന്ന് പറഞ്ഞാൽ സഹനമെന്ന ആശയത്തെ കാടടച്ച് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ആത്മീയമായ സഹനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് എന്താണെന്ന് പോലും ഈ പറയുന്ന ആളുകൾക്ക് തിരിച്ചറിവില്ലല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുകയാണ്, ദുഃഖിക്കുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന സഹനം ലോകത്തിലുള്ള എല്ലാവർക്കും അനുഭവവേദ്യമായ സഹനമാണ്. അത് പോലീസ് പിടിച്ചിട്ട് അല്ലെങ്കിൽ കോടതി ശിക്ഷിച്ചിട്ട് കൊണ്ട് ജയിലിൽ കിടക്കുന്ന സഹനമല്ല ഞാനീ പറയുന്നത്. അത് സഹനമല്ല, അത് കുറ്റം ചെയ്തതിന് കിട്ടുന്ന ശിക്ഷയാണ്. അത് സഹനമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പരിപാടിയാണിത്. ജനങ്ങൾക്ക് വേണ്ട തിരിച്ചറിവില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നു എന്നത് പരിതാപകരമായ ഒരു യാഥാർത്ഥ്യമാണ്. നാം ഉദ്ദേശിക്കുന്ന സഹനം അല്ലെങ്കിൽ സഫറിങ് എന്താണ്? അതിന് എക്സിസ്റ്റൻഷ്യൽ സഫറിങ്, മനുഷ്യരായി ജീവിക്കുമ്പോൾ അതിൽ അനിവാര്യമായി മനുഷ്യ അവസ്ഥയിൽ ഹ്യൂമൻ കണ്ടീഷൻ അതിൽ സ്ഥിതി ചെയ്യുന്ന ഘടകമാണ് ഈ സഹനം, ആത്മീയമായ സഹനം, കഷ്ടപ്പാട്, സഫറിങ് എന്നുള്ളത്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അത് മനസ്സിലാക്കുന്നതിനൊരു ഉദാഹരണം റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ ആ ഒരു സഹനത്തെ ചിത്രീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നന്മ ചെയ്യുവാൻ ഞാൻ കാംക്ഷിക്കുന്നു, തിന്മ ഞാൻ വെറുക്കുന്നു. പക്ഷേ ഞാൻ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഞാൻ വെറുക്കുന്ന തിന്മ ഞാൻ ചെയ്യുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യാൻ കഴിയാതെ പോവുകയും ഞാൻ വെറുക്കുന്ന തിന്മ മാത്രം ചെയ്യുവാൻ ഇടയാകുകയും ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം തിരിച്ചറിയുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തിരിച്ചറിയുന്നു, എനിക്ക് ബോധമുണ്ടാകുന്നു. എന്താണ് ബോധമുണ്ടാകുന്നത്? എൻ്റെ ശരീരത്തിൽ മരണത്തിൻ്റെ മർമ്മം ക്രിയ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബോധോദയമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പലരും ഈ ഭാഗം കൈയാളുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയും. അതല്ല എൻ്റെ ആത്മീയമായ അർത്ഥം. ഈ ഒരവസ്ഥയിൽ കൂടെ, അതായത് പൗലോസ് അപ്പോസ്തലൻ്റെ അനുഭവത്തിൽ അദ്ദേഹത്തിൻ്റെ ജഡം, മാംസ മർമ്മം ഉൾക്കൊള്ളുന്ന ജഡം ആത്മാവിൻ്റെ നല്ല പ്രവണതകളെ ചെറുക്കുന്നു. The flesh resists the good inclinations of the spirit. അതാണ് കഷ്ടപ്പാട്. നാം എല്ലാവരും ഇത് അനുഭവിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട്
പുതുവത്സരം വരുമ്പോൾ അനേകം ആളുകൾ പുതുവത്സര പ്ലെഡ്ജസ്, ന്യൂ ഇയർ പ്ലെഡ്ജസ് എടുക്കും, തീരുമാനങ്ങളെടുക്കും. അതിലൊന്നും നാം വിജയിക്കാറില്ല. കാരണം എന്താണ്? ഈ റെസിസ്റ്റൻസ് വരുമ്പോൾ, ഈ മാംസ അല്ലെങ്കിൽ ശാരീരിക അല്ലെങ്കിൽ ധാതുപരമായ ആ റെസിസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. അതാണ് നമ്മുടെ കഷ്ടപ്പാട്. ആത്മീകമായ സഫറിങ് അതാണ്. അപ്പം മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യ അവസ്ഥയുടെ അനിവാര്യ ഘടകമാണ് ഈ സഹനമെന്നുള്ളത്. അത് ചിലർക്ക് വേണ്ടി മാത്രം വെച്ചിരിക്കുന്നതല്ല. മനുഷ്യനായാൽ അവൻ കഷ്ടം അനുഭവിച്ചിരിക്കും. ടു ലിവ് ഈസ് ടു സഫർ, ടു ലിവ് ഈസ് ടു സഫർ. പക്ഷേ അത് ഒരു നിഷേധാത്മകമായി നാം കാണുന്നത്. ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ്, ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ്. എന്തുകൊണ്ടാണ്? അങ്ങനെ കഷ്ടമനുഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ പ്രജ്ഞ ഉണരുകയും വളരുകയും ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗോഡ്സ് പ്രിൻസിപ്പിൾ, ദാറ്റ്സ് ഗോഡ്സ് വേ ഓഫ് ക്രിയേറ്റിംഗ് ലൈഫ്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധോദയമുണ്ടായി ബോധമനുസരിച്ച് പ്രവർത്തിക്കുക, പ്രജ്ഞ അനുസരിച്ച്. ടു ലിവ് അക്കോർഡിംഗ് ടു എ ലാർജർ അവയർനെസ്. നമുക്കറിയാം, മൃഗങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്, മേന്മ എന്താണ്? മൃഗങ്ങൾക്ക് തരത്തിലുള്ള ബോധം, അവയർനെസ് ഉണ്ട്. അപ്പോൾ ഇന്ന ആഹാരം എനിക്ക് കഴിക്കാം, ഇന്ന മൃഗത്തെ എനിക്ക്, ഇപ്പോൾ പുലിയാണെങ്കിൽ കടുവയാണെങ്കിൽ ഇന്ന മാനിനെ പിടിക്കാം, അങ്ങനെയുള്ള ബോധം അതിനുണ്ട്. അല്ലെങ്കിൽ ഇന്നത് അപകടമാണ്, അല്ലെങ്കിൽ ഇന്നടത്ത് ഉപ്പുണ്ട്, ഇന്നടത്ത് വെള്ളമുണ്ട്, അങ്ങനെയുള്ള ബോധം അതിനുണ്ട്. നന്നേ ഉണ്ട്, നമ്മൾ മനുഷ്യനേക്കാളുണ്ട്. പക്ഷേ ഉന്നതമായി ചിന്തിക്കുവാൻ, മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുവാൻ, ആദർശങ്ങളെ പിൻപറ്റുവാൻ ഉള്ള കഴിവ് ഒരു മൃഗത്തിനുമില്ല. ആ തലത്തിൽ മൃഗങ്ങളുടെ ബോധം ഉദിക്കുകയും വളരുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് മൃഗങ്ങളെക്കാൾ മനുഷ്യൻ്റെ മേന്മ എന്താണ്? അവൻ്റെ ബോധതലങ്ങളുടെ വികസനമാണ്, അവൻ്റെ പ്രജ്ഞയുടെ പ്രകാശമാണ്. അത് വളരണമെങ്കിൽ, അത് വർദ്ധിക്കണമെങ്കിൽ, അത് കൂടുതൽ കൂടുതൽ പരിശുദ്ധമാകണമെങ്കിൽ, അതിൻ്റെ മനോഹാരിത വർദ്ധിക്കണമെങ്കിൽ നമുക്ക് ഈ സഹനം ആവശ്യമാണ്. അത് നമ്മുടെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവം കൽപ്പിച്ചാക്കിയ ആത്മീയമായ പോഷണമാണ്. ഇറ്റ് ഈസ് സ്പിരിച്വൽ നറിഷ്മെൻറ്റ്. സഫറിങ് ഈസ് സ്പിരിച്വൽ നറിഷ്മെൻറ്റ്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയ സത്യമാണ്. അപ്പോൾ ആദാമിനെ സൃഷ്ടിച്ച ഭാഗത്ത് നമ്മുടെ ചിന്ത നാം ആരംഭിച്ചു. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരികയാണ്. അതുകൊണ്ട് നമുക്ക് കഷ്ടപ്പാട് ഉള്ള അവസരം വരുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ അവർക്ക് വഹിക്കാവുന്ന തോതിലുള്ള കഷ്ടപ്പാടുണ്ടായിരിക്കും. അവർക്ക് വഹിക്കാവുന്നതിൻ്റെ പരമാവധി കഷ്ടപ്പാടുണ്ടായിരിക്കും. എല്ലാവർക്കും അവരുടേതായ കുരിശുണ്ട്. എന്നാൽ ആ കുരിശിനെ വഹിക്കുവാനുള്ള കെൽപ്പുണ്ടോ ഇല്ലയോ? ആ കുരിശ് നാം വഹിക്കേണ്ടി വരുമ്പോൾ അത് സമർത്ഥമായി വിജയശ്രീലാളിതരായി വഹിക്കുവാനുള്ള കൃപ പ്രാപിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. മാത്രവുമല്ല, അങ്ങനെയുള്ള പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ആ അനുഭവത്തെ നാം എങ്ങനെ വീക്ഷിക്കുന്നു, മനസ്സിലാക്കുന്നു? സാത്താൻ എന്നോട് അത് ചെയ്തു, സാത്താൻ ഇത് ചെയ്തു, സാത്താൻ. നമ്മളെല്ലാം സാത്താനെ പിടിച്ചിരിക്കുകയാണ്, എന്നാൽ ദൈവത്തെ പിടിക്കുന്നില്ല. ഇപ്പോൾ യേശുവിൻ്റെ ഉദാഹരണം നാം നോക്കുമ്പോൾ, തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശു മണലാരണ്യത്തിലേക്ക് പോകുന്നു. എന്തിനു പോകുന്നു? മണലാരണ്യത്തിലാണ് ഈ ഒരു സഹനം, അതായത് ആത്മാവിനെ ധാതു അല്ലെങ്കിൽ ശരീരം അല്ലെങ്കിൽ മണ്ണ് ഏറ്റവും ശക്തമായി എതിർക്കുന്നത് മണലാരണ്യത്തിലാണ്. കാരണം എന്താണ്? സംസ്കാരത്തിൻ്റെ ആ ചട്ടക്കൂടിനുള്ളിൽ വസിക്കുമ്പോൾ ഈ സംഘർഷത്തെ ലഘൂകരിക്കുന്ന പല ഘടകങ്ങളും മനുഷ്യൻ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അനായാസമായിട്ട് ജീവിക്കുക, സുഖസൗകര്യത്തോടുകൂടെ ജീവിക്കുക, ഇഷ്ടമുള്ളപ്പോൾ ആഹാരം കഴിക്കുക, സുഖമായി കിടന്ന് ഉറങ്ങുക, ജീവിതം ആസ്വദിക്കുക. അപ്പോൾ സഹനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് സംസ്കാരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി സംസ്കാരം പുരോഗമിക്കുന്നതോടുകൂടെ മനുഷ്യൻ്റെ മനുഷ്യത്വം ബലഹീനമായി അത് കുറഞ്ഞ് വരുന്നു. പ്രത്യക്ഷമായി നാം കാണുന്ന കാര്യമാണ്. കൂടുതലായി
ഇലസ്ട്രേറ്റ് ചെയ്യേണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ മണലാരണ്യത്തിലേക്ക് പോകുമ്പോൾ അത് തികച്ചും വ്യത്യസ്തമായ അനുഭവമാണ്. അവിടെയാണ് മനുഷ്യൻ പ്രതികൂലങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്നത്. എന്നാൽ ആ പ്രതികൂലങ്ങളെ അതിജീവിക്കാനുള്ള ഭൗതികമായ ഉപാധികൾ ഏറ്റവും കുറവും അവിടെയാണ്. മാക്സിമം റെസിസ്റ്റൻസ് ആസ് വെൽ ആസ് ലീസ്റ്റ് പ്രോപ്സ് ഓർ റിസോഴ്സസ് ടു ഓവർകം ദ റെസിസ്റ്റൻസ്. അപ്പോൾ പച്ചയായ ജീവിതത്തെ, അതിൻ്റെ പ്രതികൂലത്തെ, അതിൻ്റെ റെസിസ്റ്റൻസിനെ ഏറ്റവും കാഠിന്യമായ അവസ്ഥയിൽ, പച്ചയായ അവസ്ഥയിൽ തന്നെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്ന ഏറ്റവും അധികം ആത്മീയമായ വളർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു ആത്മീയ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് ഈ മണലാരണ്യത്തെ അനുഭവത്തെ യേശു കണ്ടത് എന്നത് വ്യക്തമാണ്. അവിടെയാണ് യേശു വളരുന്നത്. അതിൻ്റെ ഒരു ഐതിഹാസികമായ ഒരു പാരലൽ പറഞ്ഞാൽ, സമാനമായൊരു സംഭവം പറഞ്ഞാൽ, യേശു മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയി. അദ്ദേഹം അവിടെ ഒരു ബാരിസ്റ്ററായിട്ട് പോയതാണ്, ഒരു കേസ് വാദിക്കാൻ പോയതാണ് നമുക്കറിയാം. എന്നാൽ അവിടെ അന്നുണ്ടായിരുന്ന തൊഴിലാളികൾ ഇൻഡെഞ്ചേർഡ് ലേബർ എന്ന് പറയും. അവിടെ അവസ്ഥ അടിമകളെ പോലെ തന്നെയാണ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി യുദ്ധം മല്ലിടാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. അതിൻ്റെ ഫലമായി വളരെയധികം കഷ്ടപ്പാടിൽ കൂടെ കടന്നുപോയി. അതിൻ്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കഷ്ടപ്പാടിൻ്റെ തീച്ചൂളയിൽ കൂടെയാണ് മഹാത്മാഗാന്ധിയുടെ വ്യക്തിത്വം വളർന്ന് അദ്ദേഹം മഹാത്മാവായി തീർന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് നെൽസൺ മണ്ടേല പറഞ്ഞത്, ഇന്ത്യ സെൻഡ് us എ ബാരിസ്റ്റർ, വി റിട്ടേൺഡ് എ മഹാത്മാ. ഇന്ത്യ ഇങ്ങോട്ടൊരു വക്കീലിനെ അയച്ചു, ഞങ്ങൾ മടക്കി അയച്ചപ്പോൾ അദ്ദേഹം ഒരു മഹാത്മാവായിരുന്നു. ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കൻ ജീവിതം വലിയ സംഘർഷത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും അനുഭവമായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് സമയം അതിക്രമിച്ചിരിക്കുന്നു, എനിക്കിത് ഉപസംഹരിക്കേണ്ട ആവശ്യമുണ്ട്. ദയവായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യരായി നമുക്ക് ജീവിക്കണമെങ്കിൽ ആത്മീയമായ സഹനം സ്വീകരിക്കുക മാത്രമല്ല, ആ സഹനത്തിൽ മുതിർന്നു വരുവാൻ നമുക്ക് കഴിയണം. വി ഷുഡ് ഗ്രോ ഇൻ അവർ കപ്പാസിറ്റി ടു ഡീൽ ക്രിയേറ്റീവ്ലി വിത്ത് ദി ഇറിഡ്യൂസിബിൾ എലമെൻറ്റ് ഓഫ് സഫറിങ്. അതിനെ ശപിക്കുകയോ അയ്യോ എനിക്കിത് വന്നല്ലോ ഇതാണ് ഉടനെ വല്ല കുട്ടിദൈവങ്ങളെ ആൾദൈവങ്ങളെ അന്വേഷിച്ച് അവിടെ പുറകെ പോവുകയോ ചെയ്താൽ, ദൈവം വിഭാവന ചെയ്ത മനുഷ്യ ജീവിതത്തെയും മനുഷ്യ വ്യക്തിത്വത്തെയും നാം കൊച്ചാക്കുകയാണ്. ദൈവത്തിൻ്റെ ബുദ്ധിശൂന്യതയെ നാം തെറ്റിദ്ധരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് മനുഷ്യരായി വളരണമെങ്കിൽ, നമ്മുടെ ബോധം ഉണരുകയും വളരുകയും ചെയ്യണമെങ്കിൽ, നാം യഥാർത്ഥ മനുഷ്യരായി തീരണമെങ്കിൽ, യേശുവിനെ പോലെ ആകണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് സഹനത്തിൻ്റെ മാർഗ്ഗമാണ്. ആ സഹനത്തിൻ്റെ ആവശ്യം വരുന്നത് നമ്മോട് ദൈവത്തിന് കോപമുണ്ടായിട്ടല്ല, നാം പാപം ചെയ്തതുമല്ല. നാം പാപം ചെയ്യാത്തവരാണെന്നല്ല ഈ പറയുന്നത്. പക്ഷേ അതല്ല ഇതിൻ്റെ മർമ്മം. ഇതിൻ്റെ മർമ്മം എന്താണ്? അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നാൽ മാത്രമേ നമ്മുടെ ബോധം ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഗാഠനിദ്രയിലാണ്, അത് ഒന്ന് മുട്ടിയെങ്കിലേ ഒന്ന് ഉണരത്തുള്ളൂ. ബുദ്ധിയിൽ വന്ന് മുട്ടുമ്പോൾ ബുദ്ധി ഉണരുന്നു. ബുദ്ധിമുട്ടിൽ കൂടെ ബോധോദയമുണ്ടായി. ബോധത്തിൽ വളരുമ്പോൾ നാം യഥാർത്ഥത്തിൽ മനുഷ്യരായിത്തീരുന്നു. മനുഷ്യപുത്രർക്ക് മാത്രമേ ദൈവപുത്രരായിത്തീരുവാൻ സാധ്യമാകുകയുള്ളൂ. മൃഗങ്ങൾക്ക് ഈ അവകാശമില്ല. ഈ ബോധോദയവും ബോധത്തിലുള്ള പൂർണ്ണ വളർച്ചയും പ്രാപിക്കുന്നത് വരെ നമ്മൾ ഇരുകാലികളാണ്. രണ്ട് കാലിൽ നിൽക്കുന്ന, നടക്കുന്ന, ഓടുന്ന മൃഗങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ആ വലിയ പദവിയിലേക്ക് വളരണമെങ്കിൽ, ഉയരണമെങ്കിൽ അതിൻ്റെ ഏകമാർഗം ഇതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് രണ്ട് വഴികളുണ്ട്. ഒന്ന് ഇടുങ്ങിയ വഴി, മറ്റേത് വിശാലമായ വഴി. ഈ വിശാലമായ വഴിയിൽ കൂടെ നിങ്ങൾക്ക് പോകാം. അത് കുറേ ആസ്വദിച്ച് വേണേൽ കുറച്ച് നാൾ നിൽക്കാം, നടക്കാം, അല്ലെങ്കിൽ നല്ല കാർ ഓടിച്ച് പോകാം. പക്ഷേ അതിൽ നിന്ന് അവസാനിക്കുന്നത് നിത്യനാശത്തിലായിരിക്കും. ഇടുങ്ങിയ വഴിയിൽ കൂടെ പോകുമ്പോൾ, ഈ സഹനത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ വളർച്ച പ്രാപിച്ച് നിങ്ങൾ യഥാർത്ഥ മനുഷ്യരായി, അങ്ങനെ മനുഷ്യരാകുന്നതിൻ്റെ നിങ്ങളുടെ അഷ്വേർഡ് റിട്ടേൺസ് എന്ന് പറയും, നിങ്ങൾക്ക് നിശ്ചയമായി പ്രാപിക്കാൻ അവകാശമുള്ള ഈ വലിയ പ്രതിഫലം, ഈ വലിയ അനുഗ്രഹം എന്താണ്? നിങ്ങൾ നിത്യജീവനിലേക്ക്
എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത സന്തോഷത്തിലേക്ക്, നിർവൃതിയിലേക്കും നിങ്ങളുടെ വ്യക്തിത്വം വളരും. അപ്രകാരമുള്ള വ്യക്തിത്വ വളർച്ച നമ്മുടെ ഇഹലോക ജീവിതത്തിൽ തന്നെ ആരംഭിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് അവർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏവർക്കും ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകണമെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തിക്കുള്ള വഴി സഹനമാണ് എന്ന് മറ്റാരും സാധാരണ സൂചിപ്പിക്കാത്ത, ഒരിക്കലും മാറ്റമില്ലാത്ത ആത്മീയമായ മർമ്മമാണ് ഇന്ന് ഈ ലളിതമായ ചിന്തയിൽ കൂടെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തത്. അതോർത്ത്, ആ കൃപയെ ഓർത്ത് ശിരസ് നമിച്ച് കുനിച്ച് ദൈവത്തോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും നിങ്ങളേവരെയും ദൈവം തൻ്റെ കൃപയിൽ അഭിഷേകം ചെയ്ത് പൂർണ്ണ മനുഷ്യത്വത്തിൻ്റെ പ്രകാശം ലോകത്തിൽ പരത്തുന്നവരായി വളർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.